ഹലോ, ഞാനേ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ലുക്കൊന്നും നോക്കണ്ട, ടേസ്റ്റ് വൈസ് ഇതിന് മുട്ടാൻ വേറെ ഒന്നുമില്ല. ഒരു വെറൈറ്റി അല്ലേ. എപ്പോഴും നമ്മൾ ഉള്ളിയും പച്ചമുളകും മാത്രമല്ലേ ഇടുള്ളൂ മുട്ട പൊരിക്കുമ്പോൾ. ഇപ്പോൾ നമുക്കൊരു ഇച്ചിരി തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചോ, ഉപ്പിടാൻ മറക്കല്ലേ. എന്നിട്ട് അതിനകത്തേക്ക് മുട്ട പൊടിച്ചൊഴിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ തോന്നും. നമുക്കിപ്പോൾ ഒരു മുട്ടയേ ഉള്ളൂ, 2 പേർക്കൊക്കെ എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ക്വാണ്ടിറ്റി കൂടുതലുള്ള പോലെ തോന്നും. എന്നിട്ട് ഇതേ സാധാരണ പോലെ തന്നെ ചീഞ്ചിട്ട് വയ്ക്കുക, ഓയിൽ ഒഴിക്കുക, എന്നിട്ട് ഈ മുട്ടയുടെ ബാറ്റർ ഒഴിക്കുക. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ച് ക്ഷമ വേണം, കുറച്ച് പതുക്കിയ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഐ മീൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം. എന്നിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അതവിടെ ഇരുന്നങ്ങ് വെന്തോളും. എന്നിട്ട് ഇനിയാണ് ടാസ്ക് മക്കളെ. ഇത് പിന്നെ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുന്നു തോന്നുന്നു. മറിച്ചിടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്ലോപ്പായി, എൻ്റെ മറിച്ചിടലൊക്കെ ഫ്ലോപ്പായി പോയി. പക്ഷേ ടേസ്റ്റ് വൈസ് മുട്ടണ്ട അടിപൊളിയാണ്. ഇതെൻ്റെ മമ്മി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ വേറെ കുറേ ഐറ്റംസൊക്കെ പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട്. എല്ലാം നമുക്ക് വഴിയേ ഇടാന്നേ. അപ്പോൾ പൊട്ടിപ്പോയാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. എന്നുണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.